അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ആളുകൾ തമ്മിൽ പിണങ്ങുകയും തല്ലുകൂടുകയും കൊലപാതകങ്ങളിലേക്ക് വരെ എത്തുകയും ചെയ്യുന്ന അവസ്ഥകൾ. അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റുന്നു. ഏറെ സ്നേഹത്തിൽ കഴിഞ്ഞവർ, ഏറെ സ്നേഹത്തിൽ കഴിഞ്ഞ മാതാപിതാക്കളും മക്കളും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, അയൽപക്കങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും പിണക്കങ്ങളും, വലിയ വലിയ കോലാഹലങ്ങൾ, അതേപോലെ തന്നെ തമ്മിൽ തെറ്റിക്കഴിയുന്ന സുഹൃത്തുക്കൾ, വ്യക്തികൾ, പ്രസ്ഥാനത്തിലും മറ്റുമൊക്കെയുള്ള ആളുകൾ, അങ്ങനെ തുടങ്ങി നമ്മുടെ ചുറ്റിലും നോക്കിയാൽ ആളുകൾ തമ്മിൽ തല്ലുകയും തെറ്റുകയും പലപ്പോഴും കൊലപാതകങ്ങൾ, കുടുംബബന്ധം മുറിക്കലുകൾ തുടങ്ങിയിട്ടുള്ള വമ്പിച്ച തിന്മകളിലേക്ക് വരെ എത്തുന്നത് കാണാം. അതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചാൽ പലപ്പോഴും കാണാൻ സാധിക്കുന്നത്, പറയാൻ പാടില്ലാത്ത നല്ലതല്ലാത്തൊരു വാക്ക് അവരിൽ ആരോ ഒരാൾ പറയുന്നു. ആ പറഞ്ഞ വാക്കിനോട് തത്തുല്യമായി മറ്റൊരാളും പ്രതികരിക്കുന്നു. അത് പിന്നീട് വലിയ വഴക്കിലേക്കും ശണ്ടയിലേക്കുമെല്ലാം എത്തിപ്പെടാൻ കാരണമായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 53-ാമത്തെ ആയത്തിൽ അതിനുള്ള പരിഹാരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖുൽ ഇബാദി, എൻ്റെ അടിമകളോട് പറയണം, യഖൂലുല്ലതി ഹിയ അഹ്സൻ, അവർ ഏറ്റവും നല്ല വാക്കുകൾ പറയട്ടെ. നല്ല വാക്കുകളെ അവർ സംസാരിക്കാവൂ. ഒരിക്കലും പ്രകോപനമുണ്ടാക്കുന്ന, ദ്വയാർത്ഥമുള്ള, മറ്റൊരാളെ ദേഷ്യം പിടിപ്പിക്കുന്ന, അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന, അവരുടെ ക്ഷമയെ നശിപ്പിച്ച് കളയുന്ന, പിണങ്ങാനും മറ്റും പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പറയരുത്. വളരെ ശ്രദ്ധിച്ചും കരുതലോടുകൂടിയും ഭാവിയെ കണ്ടുകൊണ്ടും മുൻകരുതലോടുകൂടിയും മാത്രമേ ഏതൊരു വാക്കും നമ്മൾ സംസാരിക്കുവാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ അവിടെ സംഭവിക്കുന്നത്, ഇന്ന ശൈത്താന യൻസഗു ബൈനഹും, അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പിശാച് ശ്രമിക്കുന്നതാണ്. പിശാചാണ് ഓരോ വാക്കുകളിൽ കയറി അതിനെ ദുർവ്യാഖ്യാനിച്ച് അതിന് തെറ്റായ ആശയങ്ങൾ മനസ്സിൽ തോന്നിപ്പിച്ച് വലിയ പ്രശ്നമുണ്ടാക്കി തമ്മിൽ തെറ്റിക്കാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പിശാച് എപ്പോഴും ആ വിഷയത്തിൽ ജാഗ്രത പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് പിശാചിന് കയറി ഇടപെടാൻ സാധിക്കാത്ത രൂപത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക. പിശാചിന് അവസരങ്ങൾ കൊടുക്കുന്ന വാക്കുകൾ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവൻ മുബീന, നിശ്ചയമായും പിശാച് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഏറ്റവും വലിയ ശത്രുവാണ് പിശാച്. മനുഷ്യനെ തമ്മിൽ തെറ്റിക്കും അവൻ്റെ ശത്രുതയുടെ ഭാഗമാണത്. അതുകൊണ്ട് തന്നെ വാക്കുകളിൽ കയറി പിശാച് ഇടപെടും. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അധികം പിശാച് ഇടപെടുന്ന ഒരു രംഗമാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. അതുകൊണ്ട് വാക്കുകളെ ശ്രദ്ധിച്ചു ഉപയോഗിച്ചാൽ തന്നെ തമ്മിൽ തല്ലലും തെറ്റലും ഒഴിവായി കിട്ടും. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത്, യഅ്മുറു തആല റസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഅ്മുറ ഇബാദല്ലാഹിൽ മുഅ്മിനീൻ അൻ യഖൂലു ഫീ മുഖാതബാതിഹിം വമുഹാവറാതിഹിം അൽ കലാമൽ അഹ്സന വൽ കലിമത ത്വയ്യിബ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ അവൻ്റെ അടിമകളോട് കൽപ്പിക്കുകയാണ്, അവർ പരസ്പരം സംസാരിക്കുമ്പോൾ, സംഭാഷണം നടത്തുമ്പോൾ ഏറ്റവും നല്ല വാക്കുകളും ത്വയ്യിബത്തായ കലിമത്തുകളും, സെൻറ്റൻസുകൾ അവർ ഉപയോഗിക്കട്ടെ. ഫഇന്നഹു ഇദാ ലം യഫ്അലു ദാലിക്, അവർ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നസഗ ശൈത്വാനു ബൈനഹും, പിശാച് അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കും. വ അഖ്റജൽ കലാമ ഇലൽ ഫിആലി, അങ്ങനെ വാക്കുകളെ പിന്നീട് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരും. വ വഖഅ ശർറു വൽ മുഖാസമതു വൽ മുഖാതല, അങ്ങനെ ഒട്ടനവധി ഷർറുകളും ഡിസ്പ്യൂട്ടുകൾ, തർക്കങ്ങളും, അതേപോലെ തന്നെ സമരങ്ങളും പരസ്പര കലഹങ്ങളും ആയുധമെടുക്കലുമെല്ലാം ഉണ്ടാകും. ഫഇന്ന ശൈത്വാന അദുവുൻ ലി ആദമ വദുർരിയതിഹി മിൻ ഹീൻ ഇംതനഅ മിന സുജൂദി ലി ആദം ഫഅദാവതുഹു ളാഹിറത്തുൻ ബയ്യിന. കാരണം പിശാച് മനുഷ്യൻ്റെ ശത്രുവാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിനെ വിസമ്മതിച്ചുകൊണ്ട് തുടങ്ങിയ ശത്രുതയാണ് പിശാചിൻ്റെ ശത്രുത. അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ തർക്കങ്ങളും മറ്റും ഉണ്ടാക്കാൻ വലിയ ശ്രമം പിശാച് നടത്തും. അതുകൊണ്ട് വിശ്വാസികളുടെ ഏറ്റവും നല്ല വാക്കുകളാണ് പറയേണ്ടത് എന്നാണ് ധാരാളക്കണക്കിന് മുഹദ്ദിസുകൾ കുറ്റമറ്റ സനദോടുകൂടി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ശുറൈഹ് അൽ ഖുസാഇ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്കുത്.
അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ നല്ലത് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അഥവാ ചീത്തയായ വാക്കുകളോ കാര്യങ്ങളോ പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ടാക്കരുത്. നല്ലത് പറയാനുണ്ടെങ്കിൽ അത് മാത്രം പറയുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കലാണ് ഖൈർ. അതാണ് സമൂഹത്തിനും കുടുംബത്തിനും വിശ്വാസികളുടെ സാഹോദര്യത്തിനുമൊക്കെ നന്മ അതാണ്. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നിടത്ത് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും. പിശാച് ജാഗ്രത പുലർത്തുന്നത് നമുക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനാണ് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.